നൂറിൻ ഇൻഫോടെക്കിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാരഗ്രാഫ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ചാണ്. അതായത് ഒരു പാരഗ്രാഫിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാബ് എങ്ങനെ കൊണ്ടുവരാം, അതുപോലെ ലൈൻ, അതുപോലെ പാരഗ്രാഫ് സ്പേസിംഗ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക, അതിനകത്ത് എങ്ങനെ ബുള്ളറ്റ്സ്, നമ്പറിംഗ്, ലിസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവരാം, അതുപോലെ ഒരു ഹൈപ്പർ ലിങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നിവയെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ടാബ് സ്റ്റോപ്സിനെ കുറിച്ചിട്ടാണ്. ഇതെന്നെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസേർഷൻ പോയിന്റ് എവിടെ വന്ന് നിൽക്കണം, ആ ടാബിന്റെ പൊസിഷൻ കൊടുക്കാനാണ് ചെയ്യുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാബ് സ്റ്റോപ്സ് ഉണ്ട്. ലെഫ്റ്റ് ടാബ് ഉണ്ട്, റൈറ്റ് ടാബ് ഉണ്ട്, സെൻറ്റർ ടാബ് ഉണ്ട്, അതുപോലെ തന്നെ ബാർ ടാബ്, ഡെസിമൽ ടാബ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ടാബ് എവിടെ കാണാൻ പറ്റുക വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു വേർഡ് ഇന്റർഫേസിന്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലാണ് നമുക്ക് ടാബ്സ് വരുന്നത്. ഇപ്പോൾ ഇത് കിടക്കുന്നത് ലെഫ്റ്റ് ടാബിലാണ്. ഇനി നമുക്ക് റൈറ്റ് ടാബ് അല്ലെങ്കിൽ സെൻറ്റർ ടാബ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടാബ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് സെൻറ്റർ ടാബാണ്. പിന്നെ വരുന്നത് റൈറ്റ് ടാബ്. അപ്പോൾ ഇതിൻ്റെ പേര് അറിയണമെങ്കിൽ ആ ഒരു സിമ്പിളിൻ്റെ മേലെ കൂടെ ഒന്ന് ഹോവർ ചെയ്താൽ മതി, അതിൻ്റെ പേര് നമുക്കിവിടെ കാണാം. പിന്നെ വരുന്നത് ഡെസിമൽ ടാബാണ്. പിന്നെ വരുന്നത് ബാർ ടാബ്. പിന്നെ വരുന്നത് ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്, അതുപോലെ ഹാങ്ങിങ് ലൈൻ ഇൻഡൻറ്റ്. ഇത് രണ്ടും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് ടാബാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ലെഫ്റ്റ് ടാബ് സെലക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഏത് ലൈനിലാണോ നമ്മളത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് പാരഗ്രാഫിലാണോ കൊടുക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ടാബ് ഇവിടെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടാബ് ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ ഒരു ലൈനിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇൻസേർഷൻ പോയിന്റ് വെച്ചിട്ട് ജസ്റ്റ് ടാബ് പ്രസ് ചെയ്താൽ നമ്മൾ ലെഫ്റ്റ് ടാബ് എവിടെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആ ഒരു ടാബ് പൊസിഷൻ ചെയ്ത് വന്ന് നിൽക്കും. ഇതുപോലെ നമുക്ക് റൈറ്റ് ടാബ് സെറ്റ് ചെയ്യാം, അതുപോലെ സെൻറ്റർ ടാബ്, ബാർ ടാബ്, ഡെസിമൽ പോയിന്റ് ടാബൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടാബിനെ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ടാബ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പാരഗ്രാഫിനാണോ അതല്ലെങ്കിൽ ഏത് ലൈനിലാണോ ആ ഒരു ടാബ് സെറ്റ് ചെയ്തത്, ആ ഒരു പാരഗ്രാഫിൽ ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആ ടാബിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ആ ടാബ് റിമൂവ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ടാബും കൂടി നോക്കാം. അപ്പോൾ ഞാനിവിടെ വീഡിയോ വരുന്ന വേർഡ് മാത്രം സെറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഇനി ഞാൻ റൈറ്റ് ടാബ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റൈറ്റ് ടാബ് പറഞ്ഞാൽ നമ്മൾ ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അത് എവിടെയാണോ ഈ വീഡിയോ പറഞ്ഞ വേർഡ് എൻഡ് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണോ ഈ റൈറ്റ് ടാബ് സെറ്റ് ചെയ്ത് അവിടെ വന്നിട്ട് ഈ വീഡിയോ പറഞ്ഞ വേർഡ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടാബ് അടിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾ റൈറ്റ് ടാബ് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ വേർഡ് വന്നിട്ട് എൻഡ് ചെയ്യും. ഇതാണ് റൈറ്റ് ടാബ്. അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വിട്ടാൽ മതി. ഇത് റിമൂവ് ആയിക്കോളും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെൻറ്റർ ടാബാണ്. അപ്പോൾ സെൻറ്റർ ടാബ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോകണം. സെൻറ്റർ ടാബ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേർഡ് വന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് ടാബ് അടിക്കും. അപ്പോൾ ഈ വീഡിയോ പറയുന്നത് കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതുപോലെ ഡെസിമൽ ടാബും അതുപോലെ ബാർ ടാബൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് പറഞ്ഞപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം റൈറ്റ് സൈഡിലായിരിക്കും മാർക്സ്, അതുപോലെ ടോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവുക. അതുപോലെ ലെഫ്റ്റ് സൈഡിലും കുറച്ച് ഉണ്ടാവും. അപ്പോൾ ഇതിന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേഷന് നമുക്ക് ഈ ഒരു ടാബ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഷെയറിങ് ഈസ് കെയറിങ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരഗ്രാഫിലുള്ള ലൈൻസിൻ്റെ സ്പേസ് എങ്ങനെ സെറ്റ് ചെയ്യാം, രണ്ട് പാരഗ്രാഫിൻ്റെ ഇടയിലുള്ള സ്പേസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഏത് പാരഗ്രാഫാണോ നമ്മൾ ലൈൻ സ്പേസിങ് കൊടുക്കുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് പാരഗ്രാഫ് പറഞ്ഞ ആ ഒരു സെക്ഷനകത്ത് ഇവിടെ ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിങ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പോയിന്റ്സ് ആണെന്നുണ്ടാവും. 1.0 പറയുമ്പോൾ ആ ലൈൻസ് തമ്മിലുള്ള ആ സ്പേസ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ 1.5,
2.15, 2.0, 2.5 എന്നൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ലൈൻസ് തമ്മിലുള്ള സ്പേസ് അവിടെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇതുകൂടാതെ നമുക്ക് അതിന് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസിനകത്താണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ലൈൻ സ്പേസിംഗ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ മൾട്ടിപ്പിൾ, അതുപോലെ എക്സാക്ട്ലി, അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവിടെ ആ സ്പേസിങ് അവിടെ അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഈ പാരഗ്രാഫ് തമ്മിലുള്ള ആ ഒരു സ്പേസിങ് എങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ പാരഗ്രാഫ്സ് സെലക്ട് ചെയ്യാം. അതിന് ശേഷം അതേ ഓപ്ഷൻ തന്നെയാണ് എടുക്കുന്നത്. അതിൽ ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് പറഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫിൻ്റെ മുന്നിൽ സ്പേസ് ആഡ് ചെയ്യും. റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് പറഞ്ഞാൽ പാരഗ്രാഫിന് ശേഷം സ്പേസ് റിമൂവ് ചെയ്യും. പിന്നെ ജസ്റ്റ് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്ക്രീനിൽ നമ്മുടെ പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസ് അവിടെ റിമൂവ് ആയിട്ടുണ്ടാവും. ആഡ് ബിഫോർ പാരഗ്രാഫ് പറഞ്ഞാൽ സ്പേസ് ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒന്നും കൂടി കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ലൈൻ സ്പേസ് ഓപ്ഷനിൽ പോയിട്ട് സ്പേസിങ്ങിൻ്റെ ബിഫോറും ആഫ്റ്ററും ഉണ്ട്. ഇപ്പോൾ ബിഫോർ 0യും ആഫ്റ്റർ 10 pt ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ കാണാം, ഒരു പ്രിവ്യൂ കാണാം നമ്മളിവിടെ കൊടുക്കുന്നതനുസരിച്ചിട്ട് ആ പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസ് വരുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാരഗ്രാഫ് തമ്മിൽ എത്ര സ്പേസ് വേണമെങ്കിലും അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുള്ളറ്റ്സ്, ലിസ്റ്റ്, നമ്പറിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നുണ്ട്, 3 പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പാരഗ്രാഫ് പറഞ്ഞ സെക്ഷനകത്ത് ബുള്ളറ്റ്സ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ആരോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി കുറച്ച് ബുള്ളറ്റ്സ് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ബുള്ളറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ബുള്ളറ്റ്സിൻ്റെ കളേഴ്സും ഫോണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. വീണ്ടും ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിഫൈൻ ന്യൂ ബുള്ളറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതിയ ബുള്ളറ്റ്സ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾ മാറ്റാം, പിക്ചർ മാറ്റാം, അതുപോലെ ഫോണ്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഫോണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫോണ്ട് കളറ് നോ കളറാണ്. ഞാനൊരു കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റ്സിൻ്റെ കളേഴ്സ് മാറ്റാം. അതുപോലെ ബുള്ളറ്റ്സിൻ്റെ സ്റ്റൈലും ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്യാം. നമുക്കവിടെ ഫോണ്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യും. ഏതെങ്കിലും ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫോണ്ട് സ്റ്റൈല്, സൈസ് ഒക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അണ്ടർലൈൻ വേണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. ഓക്കെ കൊടുക്കുക. അപ്പോൾ വീണ്ടും ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ അത് ആ ഒരു സ്റ്റൈല് ചേഞ്ച് ആവുന്നതായിരിക്കും. ഇതൊരു ടിക്ക് മാർക്ക് ആയതുകൊണ്ട് നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും അറിയുന്നില്ല. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള ബുള്ളറ്റ്സ് കൂടാതെ വേറെ ബുള്ളറ്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം. അതിന് നമ്മൾ ഡിഫൈൻ ന്യൂ ബുള്ളറ്റ്സ് എന്ന് കൊടുക്കാം. അതിൽ സിമ്പിൾ എടുത്തിട്ട് ഇതിനകത്ത് ഏതെങ്കിലും സിമ്പിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സിമ്പിൾ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ബുള്ളറ്റ്സ് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ലിസ്റ്റിലില്ലാത്ത ഒരു പുതിയ ബുള്ളറ്റ്സ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ നമ്പറിംഗ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ബുള്ളറ്റ്സ് പറഞ്ഞു, ഇനി നമ്പറിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഉള്ള ആ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്പറിംഗ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 2 3 പറഞ്ഞിട്ട് വരും. അല്ലാണ്ട് ഈ 1 2 3 വേണ്ട, വേറെ ഏതെങ്കിലും രീതിയിൽ വരണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ബ്രാക്കറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സിൽ 1 2 3 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ABC യൂസ് ചെയ്യാം, അതുപോലെ സ്മോൾ ലെറ്റർ എ ബ്രാക്കറ്റ്. അപ്പോൾ ഇതിൽ ഏത് ഫോർമാറ്റാണോ വേണ്ടത് ആ ഫോർമാറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോർമാറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ 1 2 3 പറഞ്ഞിട്ട് വരും. ഇനി ഇതിൽ നമുക്ക് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാം, അതുപോലെ ഫോർമാറ്റൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിഫൈൻ ന്യൂ ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 1 2 3 പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് 1 ബ്രാക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടി വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ അതുപോലെ ഇവിടെ വരുന്നതായിരിക്കും. നെക്സ്റ്റ്
നമുക്ക് 1, 2, 3 മുതൽ സ്റ്റാർട്ട് ചെയ്യാതെ ഒരു 6, 7 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ മുതലാണ് ഇതിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ സെറ്റ് നമ്പറിംഗ് വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. അതേസമയം നമുക്ക് ഇവിടെ ഒരു 5 കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് 5 മുതലായിരിക്കും ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്പറിംഗ് സിസ്റ്റം. ഇനി വരുന്നത് നമുക്ക് മൾട്ടി ലെവൽ ലിസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണുന്നില്ലേ, റോമൻ ലെറ്റർ 1 ആൻസർ ദ ഫോളോയിങ്, അതിൻ്റെ അടിയിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ അണ്ടറിൽ തന്നെ വീണ്ടും ചോയ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം അത് ഒരു മൾട്ടി ലെവൽ ലിസ്റ്റ് ആണ് അതിൽ വരുന്നത്. അപ്പം അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏതിലാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മൾട്ടി ലെവൽ സെറ്റ് ചെയ്യേണ്ട ആ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബുള്ളറ്റ്സ് തന്നെ കൊടുക്കാം. അപ്പോൾ ബുള്ളറ്റ്സ് ഒരു റെഡ് ബുള്ളറ്റ് സെലക്ട് ചെയ്യും. അതിനുശേഷം ഈ രണ്ടാമത്തെ ഡോട്ട് വന്നിട്ട് രണ്ടാമത്തെ ബുള്ളറ്റ് വന്നിട്ട് അവിടെ കൊണ്ടുപോയി കേഴ്സർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാബ് അടിക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് വണ്ണിൻ്റെ താഴെയുള്ള ഒരു ലിസ്റ്റായിട്ടായിരിക്കും ഇത് വരുന്നുണ്ടാവുക. അതുപോലെ ഇതിന് നമുക്കൊന്ന് ടാബ് അടിക്കാം. ഇനി വീണ്ടും നമുക്ക് ടാബ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബുള്ളറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ബുള്ളറ്റ് വരുന്നത്, അതിൻ്റെ അണ്ടറിലായിരിക്കും അടുത്ത പോയിന്റ് വരുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ടാബ് അടിക്കാം. ടാബ് അടിച്ചിട്ട് വീണ്ടും ടാബ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മൾട്ടി ലെവൽ ലിസ്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബുള്ളറ്റ്സിൻ്റെ പകരം നമുക്ക് വേറെ നമ്പർസും ഒക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടാനുസരണം അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിങ്ക്സിനെ കുറിച്ചിട്ടാണ്. ലിങ്ക്സ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഒരു മെയിൽ അഡ്രസ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അത് വേർഡ് വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ലിങ്ക് ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡി അത് വേർഡ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിന് എന്തായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ആക്കി മാറ്റും. ഇല്ലെങ്കിൽ നമുക്കും ആ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലിങ്ക് പറയുന്നത് മെയിൽ ഐ ഡിയോ അതോ അല്ലെങ്കിൽ വെബ് അഡ്രസ്സോ തന്നെ ആവണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു വേർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് അഡ്രസ്സിലേക്ക് പോയാലും മതി. അപ്പോൾ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാനിവിടെ ആദ്യം ഒരു ടെക്സ്റ്റ് എൻട്രി ഉണ്ട്. നൂറിനി ഇൻഫോടെക് തന്നെ കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ടിനകത്ത് ലിങ്ക് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ലിങ്ക് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഏത് രീതി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡോ എക്സലോ പവർ പോയിന്റോ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിലോട്ടും ഇതിൻ്റെ ലിങ്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിലോട്ട് ഇത് നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പുതിയ ഡോക്യുമെന്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് ഇതിനകത്ത് മാപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് തന്നെ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഫയൽ സെറ്റ് ചെയ്യണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. റീസെൻറ്റ് ഫയൽസ് ഉണ്ട്, അതുപോലെ ബ്രൗസ്ഡ് പേജസ് വരും, കറൻറ്റ് ഫോൾഡേഴ്സ്, ഏത് വേണമെങ്കിലും നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ അതിൻ്റെ ഒരു സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. വേർഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ലൊക്കേഷൻ നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ വീണ്ടും പാരഗ്രാഫ് ഗ്രൂപ്പിംഗ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ലൊക്കേഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ ജസ്റ്റ് കൊണ്ടുപോയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രസൻറ്റേഷനിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാരഗ്രാഫ് ഗ്രൂപ്പിംഗ് പറഞ്ഞ പ്രസൻറ്റേഷനിലോട്ടാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ അതിലോട്ടാണ് പോകേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരെ പോയത് നമ്മുടെ പ്രസൻറ്റേഷനിലോട്ടാണ്. ഇത് ക്ലോസ് ചെയ്ത് തന്നെ നമുക്ക് വേർഡിലോട്ട് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് ഇനി എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 100 ഇൻഫോടെക് എന്ന് കൊടുത്തു, അതിനെ സെലക്ട് ചെയ്തു, അതിനൊരു ലിങ്ക് ആക്കി കൺവേർട്ട് ചെയ്തു. ലിങ്കായി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലൂ കളറിൽ അതിന് വരുന്നവ. ഇനി ഇതിന് നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീണ്ടും ഇതിനെ സെലക്ട് ചെയ്തിട്ട് അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത്
എഡിറ്റ് ലിങ്ക് അല്ലെങ്കിൽ എഡിറ്റ് ഹൈപ്പർ ലിങ്ക് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും നേരത്തെ വന്ന അതേ ഡയലോഗ് ബോക്സ് ആണ് വരിക. അപ്പോൾ കറന്റ് വന്നിട്ട് നമ്മളൊരു പ്രസന്റേഷനിലോട്ടാണ് അത് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ വെബ് അഡ്രസ്സ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ് കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പുതിയ ലിങ്ക് ആയിരിക്കും ഇവിടെ വരുന്നത്. ഫ്രഷർ ലിങ്ക് ആയതുകൊണ്ടാണ് അത് ബ്ലൂ വന്നത്. നമ്മളതിൽ ലിങ്കിൽ കയറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് വന്നിട്ട് പർപ്പിൾ കളറായിരിക്കും ഉണ്ടാവുക. അപ്പം ജസ്റ്റ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വെബ് പേജിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പേജിലോട്ട് അത് കണക്ട് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേർഡിലോട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ബ്ലൂ കളർ പോയിട്ട് പർപ്പിൾ കളറായത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ലിങ്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ റിമൂവ് ഹൈപ്പർ ലിങ്ക് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടുന്ന് ലിങ്ക് റിമൂവ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നമ്മളിപ്പോൾ പഠിച്ച ട്യൂട്ടോറിയലിൻ്റെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ആദ്യം പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാബ്സ് ആണ്. അതായത് ലെഫ്റ്റ് ടാബ്, റൈറ്റ് ടാബ്, ഡെസിമൽ ടാബ്, ബാർ ടാബ്, സെൻറ്റർ ടാബ് എന്നിവയൊക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് പാരഗ്രാഫിനകത്തുള്ള ലൈൻസ് തമ്മിലുള്ള സ്പേസ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്നെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ബുള്ളറ്റഡ് ലിസ്റ്റും നമ്പേർഡ് ലിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെ ബുള്ളറ്റഡ് ലിസ്റ്റ് സെറ്റ് ചെയ്യുക, നമ്പേർഡ് ലിസ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മൾട്ടി ലെവൽ ലിസ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ലാസ്റ്റായി പഠിച്ചത് ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ലിങ്കിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഡോക്യുമെന്റിൽ തന്നെ നമുക്കൊരു ലിങ്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഡോക്യുമെന്റിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രസന്റേഷനിലോട്ടോ നമുക്ക് ലിങ്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചത്.